നമസ്കാരം. 2005 മലയാള സിനിമയിൽ ആ മഹാസംഭവം ഉണ്ടായത്. രാജമാണിക്യം, മമ്മൂട്ടിയുടെ രാജമാണിക്യം. അൻവർ റഷീദ് എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രം ഞെട്ടിച്ചു കളഞ്ഞു. ടി എ ഷാഹിദിൻ്റെ തിരക്കഥയിലുള്ള സിനിമ. ഷാഹിദിൻ്റെ തിരക്കഥയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാ തിരക്കഥയിലും ഒരു പ്രത്യേക കാര്യം നായകനോ നായികയോ ആയി ബന്ധപ്പെട്ടുണ്ടാകും. അതായത് നായകൻ അല്ലെങ്കിൽ നായിക അവിഹിത ബന്ധത്തിലുള്ള, അവിഹിതം കൊട്ടേഷനിലാണ്, അങ്ങനെയുള്ള മകനോ മകളോ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ബെല്ലാരി രാജയും. എല്ലാം കൊണ്ടും ഗംഭീരമാക്കിയ ചിത്രമായി രാജമാണിക്യം മാറി. അതിൻ്റെ തുടർച്ചയായാണ് 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ അൻവർ റഷീദ് തൻ്റെ രണ്ടാമത്തെ സിനിമയുമായി എത്തിയത്, ഛോട്ടാ മുംബൈ. അന്നൊക്കെ മോഹൻലാലിനെ പറ്റി ഒരു കാര്യം തമാശയായി പറയാറുണ്ടായിരുന്നു. ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കും. അങ്ങനെ ആ പുതുമുഖ സംവിധായകൻ്റെ സിനിമ വമ്പൻ ഹിറ്റാവും. എന്നാൽ ആ സൂപ്പർ ഹിറ്റ് സിനിമ എടുത്ത പുതുമുഖ സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമ, തൊട്ടടുത്തതോ പിന്നടുത്തതോ ആയ സിനിമ മോഹൻലാൽ ആയിരിക്കും നായകനെ അഭിനയിക്കുക. അതുപോലെ രാജമാണിക്യത്തിന് ശേഷം അൻവർ റഷീദിൻ്റെ അടുത്ത സിനിമ ഛോട്ടാ മുംബൈ മോഹൻലാലിനെ വെച്ചായിരുന്നു. ഇന്നിപ്പോൾ ഒരു റിലീസിലൂടെ വീണ്ടും ആസ്വാദകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുമ്പോൾ ഛോട്ടാ മുംബൈയുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത്. അന്ന് രാജമാണിക്യത്തിൻ്റെ അടുത്തൊന്നും എത്താത്ത അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ ഛോട്ടാ മുംബൈ. പല ഘട്ടങ്ങളിൽ പല തലത്തിൽ കഥയുടെ വ്യാപ്തി ഉണ്ട് എങ്കിലും തീരെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. പയ്യന്നൂരിൽ വെച്ചാണ് ഛോട്ടാ മുംബൈ കണ്ടത്. അത് സുമംഗലിയോ ആരാധനയോ മറ്റായിരുന്നു എന്നാണ് ഓർമ്മ, കൃത്യമായി തിയേറ്റർ ഓർമ്മയില്ല. പക്ഷേ രാജമാണിക്യത്തോളം പോരാത്തൊരനുഭവമായിട്ടാണ് അത് ഓർമ്മയിലുള്ളത്. അതുകൊണ്ട് അത്രയ്ക്കങ്ങ് തൃപ്തി കെട്ടാത്ത ഒരു സിനിമ എന്നതായിരുന്നു അന്നത്തെ അനുഭവം. അതിലെ കഥാസാഹചര്യവും കഥാപാത്രങ്ങളും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലും ജീവിതത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കഥയാക്കി അനുഭവിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. ടി വിയിലും യൂട്യൂബിലും ഒക്കെ പലതവണ ക്ലിപ്പുകളായും സിനിമയായും ഒക്കെ കണ്ടപ്പോഴാണ് അന്നത്തേതല്ലാത്ത വിധത്തിലുള്ള വ്യത്യസ്തമായൊരു അനുഭവം ഛോട്ടാ മുംബൈ നൽകിയത്. രസമുള്ള ഒരു വാണിജ്യ സിനിമ തന്നെയാണ് അത് എന്ന് പിന്നീട് അത് തോന്നിയിട്ടുണ്ട്. ചില സർപ്രൈസുകൾ കൂടി ഛോട്ടാ മുംബൈ നൽകിയിരുന്നു. ഛോട്ടാ മുംബൈയുടെ 5 പ്രത്യേകതകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കും കൗതുകമുള്ളതായിരിക്കും. ഞാൻ പറയുന്നത് കൂടാതെ നിങ്ങൾക്കതിൽ വ്യത്യസ്തമായി തോന്നിയ എന്തെങ്കിലും ഭാഗമോ രംഗങ്ങളോ മറ്റേതെങ്കിലും സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. കമൻറ്റ് ബോക്സിലൂടെ യൂട്യൂബിൽ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഛോട്ടാ മുംബൈ എന്ന പേര് തന്നെയാണ്. മലയാള സിനിമയിൽ അധോലോകം എന്നതിന് പ്രത്യേക സ്ഥലവുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. അത് അത്തരം സ്ഥലങ്ങളിൽ എങ്ങനെ ഉണ്ടാകുന്നു അധോലോകം, അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജീവിതം സമാന്തരമായി എങ്ങനെ സഞ്ചരിക്കുന്നു എന്നൊന്നും അങ്ങനെ അധികം സിനിമയിൽ അടയാളപ്പെടുത്തിയിരുന്നില്ല. മുംബൈ, പ്രിയദർശൻ, തമ്പി കണ്ണന്താന സിനിമകളിലൊക്കെ കാര്യമായി കടന്നു വന്നിരുന്നു. തിരുവനന്തപുരം ഭരണസിരാകേന്ദ്രം എന്ന കണക്ഷനിൽ കാര്യമായി തന്നെ ചില സിനിമകളിലൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. കൊച്ചിയും അതുപോലെ പരാമർശിക്കപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ചില സംഭവങ്ങളിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു എന്നല്ലാതെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു അടയാളപ്പെടുത്തലുണ്ടായില്ല, പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചി. എന്നാൽ ഛോട്ടാ മുംബൈ ഫോർട്ട് കൊച്ചിയിലെ ഒരു അധോലോകത്തിലേക്കാണ് കടന്നു ചെന്നത്. സാധാരണ ജീവിതത്തിലേക്കും വില്ലന്മാരും പോലീസും ബന്ധപ്പെട്ട് കിടന്ന അധോലോകത്തിലേക്കും സിനിമ എത്തി. ഒരു ചേരിക്ക് സമാനമായ സാധാരണ മനുഷ്യരുടെ, അടിസ്ഥാന മനുഷ്യരുടെ ജീവിതം കൂടി ആ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. ഒരുപക്ഷെ മുംബൈയുടെ ഒരു ചെറു മോഡൽ ഛോട്ടാ മുംബൈ, അങ്ങനെ കൊച്ചിയുടെ അധോലോകം അടയാളപ്പെടുത്തപ്പെട്ടത് ഈ സിനിമയിലൂടെ ആകണം സജീവമായി. അതിനൊപ്പം തന്നെ ബിഗ് ബി കൂടി വന്നതോടെ മലയാള സിനിമയിൽ കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നെ പല ഭാവുകത്വത്തിൽ കൊച്ചി ഛോട്ടാ മുംബൈ ആയി പല സിനിമകളിൽ കടന്നു വന്നു. അമൽ നീരദ് ഛോട്ടാ മുംബൈയിലൂടെ തുറന്നിട്ട ആ വാതിൽ പിന്നീട് പല കഥകളുടെ കവാടമായി മാറി എന്നർത്ഥം. ഛോട്ടാ മുംബൈയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അതാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടാകാം. അതിനു മുമ്പുണ്ടായിരുന്ന സിനിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഛോട്ടാ മുംബൈയുടെ ഏറ്റവും വലിയ സർപ്രൈസ് രണ്ടാമതായി പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. കലാഭവൻ മണിയുടെയും വിനായകൻ്റെയും കഥാപാത്രങ്ങളായിരുന്നു. CI നടേശനും അനിയൻ വിനായകൻ അവതരിപ്പിച്ച സതീശനും. സസ്പെൻഷനിലുള്ള ഗുണ്ടാ പോലീസാണ് CI നടേശൻ. സിനിമ തുടങ്ങുമ്പോൾ സസ്പെൻഷനിലായിരുന്നു നടേശൻ. പിന്നീട് സർവീസിലേക്ക് വരുന്നതും ക്ലൈമാക്സിൽ തലയുടെ കയ്യിൽ, മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ കയ്യിൽ അകപ്പെടുന്നതും വരെയുള്ള പൂണ്ടുവിളയാട്ടം കലാഭവൻ മണി എന്ന നടനും മാത്രം കഴിയും വിധത്തിലുള്ളതായിരുന്നു. കഥാപാത്രത്തിൻ്റെ എൻട്രി മുതൽ സിനിമ മൊത്തത്തിൽ മുന്നോട്ടു പോയിരുന്ന ലൈറ്റായ സ്വഭാവത്തെ അങ്ങ് ഉയർത്തും മണിയുടെ വരവ്. ഒരുപക്ഷെ മോഹൻലാലിൻ്റെ വാസ്കോയെ പോലും മറികടക്കുന്നുണ്ട് പലയിടത്തും നടേശൻ. ആദ്യ രംഗം ഒരു കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. മഴയുള്ള സമയം, കോടതിയുടെ മുകളിൽ നിന്നുള്ളൊരു ഷോട്ടിലേക്ക് മണിയുടെ പ്രവേശം നായകനെയും മറികടക്കും വിധത്തിൽ. പിന്നീട് വിജയരാഘവനുമായുള്ള ഒരു സംഭാഷണ ഭാഗം, ഏറ്റുമുട്ടൽ, ചുരുക്കം വാക്കുകളിൽ വെല്ലുവിളി. അത് കഴിഞ്ഞ് മഴയിൽ കുടയും ചൂടി ഒരു പോക്ക്. എല്ലാ അണ്ടർവേൾഡ് പരിപാടിയും കൊണ്ടു നടക്കുന്ന നടേശൻ്റെ സ്നേഹമത്രയും അനിയനോടാണ്. വിനായകൻ അവതരിപ്പിച്ച സതീശനോടാണ്. സതീശൻ ഒരു അലമ്പ് കക്ഷിയാണ്.
നടേശൻ്റെ ആദ്യത്തെ വില്ലനിസം വിജയരാഘവൻ്റെ പോലീസുകാരനോട് കാണിച്ച് കൊഠൂര വില്ലനായി ഉയർന്ന് വളർന്ന് മടങ്ങുമ്പോഴാണ് വാസ്കോഡി ഗാമയും സംഘവും വന്ന വണ്ടിയുമായി ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അവിടെയാണ് കഥയിലെ ഒരു വമ്പൻ വഴിത്തിരിവുണ്ടാകുന്നതും പിന്നീട് അങ്ങോട്ട് നടേശനും സതീശനും നടത്തുന്ന വില്ലനിസത്തിൻ്റെ പൂണ്ടുവിളയാട്ടങ്ങൾ ഉണ്ടാകുന്നത്. കലാഭവമണി പല കഥാപാത്രങ്ങളിലൂടെയും നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നടേശനൊന്ന് വേറെ തന്നെയാണ്. ഒപ്പം വിനായകൻ്റെ ആദ്യകാലത്തെ ഒരു വമ്പൻ കഥാപാത്രം കൂടിയായിട്ടുണ്ട് സതീശൻ്റേത് എന്ന് സിനിമ കണ്ട നിങ്ങൾക്കും അറിയായിരിക്കും. പിന്നെ മോഹൻലാലിൻ്റെ കഥാപാത്രം, മകൻ ഒരു ചരിത്ര പുരുഷനാകും എന്ന് കരുതി വാസ്കോഡ ഗാമ എന്ന അപ്പൻ മൈക്കിൾ ആശാൻ പേരിട്ട് വളർത്തിയ സ്റ്റൈലിഷായ കഥാപാത്രം. രസതന്ത്രവും കീർത്തിചക്രയും മഹാസമുദ്രവും ഫോട്ടോഗ്രാഫറും ബാബ കല്യാണിയും തുടങ്ങി ഒരു നിര ചിത്രങ്ങൾ ഇറങ്ങിയ 2006 നിന്ന് 2007 എത്തുമ്പോൾ വ്യത്യസ്തമായൊരു റോൾ എന്നതാണ് മോഹൻലാലിനെ സംബന്ധിച്ച് വാസ്കോഡ ഗാമയുടെ പ്രത്യേകത. അസാധാരണമായ ഒരു മുന്നേറ്റം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പിന്നീടുള്ള കാലത്ത് ആഘോഷിക്കപ്പെടുന്ന കഥാപാത്രമായി വാസ്കോ മാറി. ഛോട്ടാ മുംബൈയുടെ കരുത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രം തന്നെയാണ്. ഹീറോയിസത്തിനും തമാശയ്ക്കും ഒക്കെ സ്കോപ്പ് ഉണ്ടെങ്കിലും അലമ്പനായ, പലപ്പോഴും നമുക്കിങ്ങനെ ദേഷ്യം വരുന്ന ഇതെന്തൊരു ഉത്തരവാദിത്വമില്ലാത്ത ചങ്ങായിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജയിലിലും അപ്പനും പെങ്ങന്മാരും വീട് ജപ്തി ചെയ്ത് പെരുവഴിയിലുമായ ഒരു ഘട്ടമുണ്ട്. രാത്രി ആ ദിവസത്തിൽ മദ്യപിച്ച് മതോന്മത്തനാകാൻ നടക്കുന്ന തല, ഇതെന്ത് തലയാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു വെറുപ്പുളവാക്കുന്ന തരത്തിൽ നമുക്ക് ദേഷ്യം തോന്നുന്നൊരു കഥാപാത്രം ഒരു ഘട്ടത്തിൽ അങ്ങനെ മാറുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് സ്നേഹം തോന്നുന്നു, ചിലപ്പോൾ ഇഷ്ടം തോന്നുന്നു, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. മോഹൻലാലിൻ്റെ ഇൻട്രോ സീനിലെ ചെട്ടിക്കുളങ്ങര ഭരണിനാളിൽ എന്ന പാട്ടിൻ്റെ റീമിക്സിംഗ് ഒക്കെ ഇന്ന് കാണുമ്പോൾ രസകരമാണ്. അത് തിയേറ്ററിൽ അന്ന് വലിയ കയ്യടിയൊക്കെ ഉണ്ടാക്കിയതാണ്. ഭാവനയുടെ നായിക കഥാപാത്രവുമായി ഉള്ള കെമിസ്ട്രി അന്ന് പല മട്ടിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. എങ്കിലും ഇന്നത് ആഘോഷിക്കപ്പെടുന്നത് മറ്റൊരു രീതിയിൽ കാണുന്നുണ്ട്, രസകരമായ നിലയിൽ. നായികമാരുമായുള്ള പ്രായവ്യത്യാസത്തിൻ്റെ പേരിൽ കടുത്ത വിമർശനങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഏറ്റുവാങ്ങിയ ഒരു കാലമായിരുന്നല്ലോ അത്. അതുകൊണ്ട് അന്ന് ആ മട്ടിൽ കൃത്യമായി അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഭാവനയുടെ ലത സിനിമയിൽ രസകരമായതും വ്യത്യസ്തമായതുമായ ശൈലിയിലൂടെ ആവിഷ്കരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. സുനി എന്ന സുരാജിൻ്റെ കഥാപാത്രത്താൽ ചതിക്കപ്പെടുന്ന ലത പാരമ്പര്യ രീതികളൊക്കെ മാറ്റിവെച്ച് തലയുടെ ഭാര്യയായി മാറുന്ന ഒരു കഥാഗതി. ഛോട്ടാ മുംബൈയിൽ എടുത്തു പറയേണ്ട മറ്റു 2 കഥാപാത്രങ്ങൾ സായികുമാറിൻ്റെയും രാജൻ പി ദേവിൻ്റെയും കഥാപാത്രങ്ങളാണ്. തികച്ചും വ്യത്യസ്തമാണ്. മുഖ്യധാര മലയാള സിനിമയിൽ അത്രയ്ക്കങ്ങ് പരിചിതമല്ലാത്ത സാഹചര്യവും കഥാപാത്രവും ഫോർട്ട് കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ പാമ്പു ചാക്കോച്ചൻ, തലയുടെ അച്ഛനായ മൈക്കിൾ ആശാൻ എന്നിവർ. ജഗതിയുടെ പടക്കം ബഷീറും സിദ്ദിഖിൻ്റെ മുള്ളൻ ചന്ദ്രപ്പനും തുടങ്ങി വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെ ഒരു നിര തന്നെ ബെന്നി പി നായരമ്പലം ഗംഭീരമായി സിനിമയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഛോട്ടാ മുംബൈയിലെ സർപ്രൈസായി നേരത്തെ മണിയുടെയും വിനായകൻ്റെയും കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ. ഇനി ഈ വീഡിയോയിൽ 4ാമത്തെ കാര്യമായി ഞാൻ പറയുന്നത് ഈ സിനിമയിൽ ഏറ്റവും ഗംഭീരമായ ഒരു ആഘാതമുണ്ടാക്കുന്ന രംഗമാണ്. ഒരു വല്ലാത്ത ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു രംഗം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഏത് തിരഞ്ഞെടുക്കും എന്നാണ് നിങ്ങളോട് പറയുന്നത്. വിജയരാഘവൻ്റെ പോലീസ് കഥാപാത്രത്തെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ യാദൃച്ഛികമായി സ്വന്തം അനിയനെ പിടികൂടാൻ നിർബന്ധിതമാകേണ്ടി വരികയാണ് നടേശൻ അവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോലീസുകാരനാണ്. സ്വന്തം അനിയനോട് അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണ്. പക്ഷേ അനിയനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നടേശനെ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരികയാണ്. ആ യാത്രയ്ക്കിടയിൽ സതീശൻ എല്ലാം കൈവിട്ടു എന്ന് വിചാരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പോലീസ് ജീപ്പിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. അതിനിടയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്നായിരുന്നു നടേശൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ സതീശൻ അത് മനസ്സിലായില്ല. സതീശൻ ഓട്ടത്തിനിടയിൽ പിന്നാലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മണി അവതരിപ്പിച്ച കഥാപാത്രവും പോലീസ് സംഘവും പിടികൂടാൻ ഓടുന്നുണ്ട്. അതിൻ്റെ ഒടുവിൽ ഒരു വണ്ടിക്കടിയിൽപ്പെട്ട് വീണ് ചതഞ്ഞ സതീശനെ മടിയിലെടുത്ത് വെച്ച് മണി പറയുന്നൊരു ഡയലോഗുണ്ട്, നീ എന്തായി കാണിച്ചത്? അണ്ണൻ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കില്ലായിരുന്നോ എന്ന്. എനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് നിന്നെ ഓടിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറുപടി പറയുന്നുണ്ട്, അണ്ണാ എനിക്കറിയാം അണ്ണാ എന്ന് പറഞ്ഞ് സിനിമയുടെ അടുത്ത ട്വിസ്റ്റിലേക്കുള്ള ഒരു ഡയലോഗും ഒരു നിമിഷവും. വില്ലന്മാരുടെ മാനസിക വ്യാപാരങ്ങൾ പലപ്പോഴും സിനിമകളിൽ അധികം കാണിക്കാറില്ല. സമീപകാലത്തായി അതിൽ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഛോട്ടാ മുംബൈയിൽ അത്തരമൊരു രംഗം സിനിമയുടെ ആകെ നിലവാരത്തെ ഉയർത്തി നിർത്തുന്നതായിരുന്നു. അന്നത്തെ കാലത്ത് അത് അത്യപൂർവം മാത്രം നടക്കുന്നത്. ഛോട്ടാ മുംബൈയിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയ രംഗമായി എനിക്ക് അനുഭവപ്പെട്ടത് ആ രംഗമാണ്. ഛോട്ടാ മുംബൈ എന്ന് പറയുമ്പോൾ ഓർമ്മയിലേക്ക് കടന്നു വരുന്ന പൊട്ടിച്ചിരിയുടെ ഒരു രംഗമുണ്ട്. ഈ വീഡിയോയുടെ അവസാനം 5ാമതായി ഞാൻ അത് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാം. സഹോദരൻ ജയിലിൽ, അപ്പനും പെങ്ങന്മാരും ജപ്തിയുടെ തുടർച്ചയായി പെരുവഴിയിൽ, തലയുടെ കയ്യിലിരിപ്പ് കൊണ്ട് വീട് ജപ്തി ചെയ്ത് വേറെ വഴിയില്ലാതെ പുറത്തേക്കിറങ്ങി വീട്ടിൽ നിന്ന്. അന്ന് രാത്രി തല കൂട്ടുകാരോടൊപ്പം ടെൻഷൻ മാറ്റാൻ മദ്യം കഴിക്കാൻ തീരുമാനിച്ചു. പടക്കം ബഷീർ മദ്യം സംഘടിപ്പിക്കാൻ പോയി. 1-ാം തീയതി ആണല്ലോ, അവധിയാണ് അന്ന്. കഷ്ടപ്പെട്ട് ഇവിടെ നിന്നൊക്കെയോ മദ്യവുമായി എത്തി. ഒടുക്കം കുപ്പി പൊട്ടിക്കുമ്പോൾ മുള്ളൻ ചന്ദ്രപ്പൻ്റെ ഗോഷ്ഠിയിൽ മദ്യം താഴെ വീണ് കുപ്പി പൊട്ടി.
ആ ദിവസത്തെ ദുരന്തം തലയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി. ആ കോമഡി ക്ലീഷയൊക്കെ ആയി ഇന്ന് തോന്നുമെങ്കിലും ഇക്കാലം അത്രയും ട്രോളുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്ന തമാശ രംഗമാണ്. ഇതാണ് ആ സിനിമയിലെ 5ാമത്തെ കാര്യമായി എനിക്ക് പറയാനുള്ളത്. ആകെ മൊത്തം കൊച്ചിയുടെ അടിസ്ഥാന ജീവിതവും അധോലോകവും ഒരുപോലെ സംഗമിപ്പിച്ച, സമാന്തരമായി അവതരിപ്പിച്ച ഒരു സിനിമയായി ഛോട്ടാ മുംബൈ. അന്ന് മുഖ്യധാര മലയാളം പ്രേക്ഷകന് അത്രയധികം പരിചയമില്ലാത്ത ജീവിത സാഹചര്യം, അതുകൊണ്ട് അത്രയേറെ ജീവിതങ്ങളെ റിലേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ സിനിമയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്. പല രംഗങ്ങളും അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ലോകമാകെ ഒരു നെറ്റായി തീർന്നു. ഏത് പ്രാദേശിക ജീവിത സാഹചര്യവും ഉൾക്കൊള്ളാനാകുന്ന മട്ടിലായി. നമുക്കൊക്കെ മറ്റെവിടത്തെങ്കിലും ജീവിതം, ഇടുക്കി ആയിക്കോട്ടെ, കൊല്ലം ആയിക്കോട്ടെ, കാസർഗോഡ് ആയിക്കോട്ടെ, നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അവിടുത്തെ ജീവിതത്തെയും വൈകാരികതയും ഉൾക്കൊള്ളാൻ പറ്റുന്ന മട്ടിൽ മനുഷ്യൻ്റെ മാനസിക നിലയും മെച്ചപ്പെട്ട കാലമാണ്. അധികം അകലെയല്ലാത്ത കാലമാണെങ്കിലും അത് 2007 അതിനുശേഷമുണ്ടായ വിപ്ലവാത്മകമായ സാമൂഹ്യ മാറ്റം പ്രധാനമാണല്ലോ. അതിനനുസരിച്ചാണ് ഛോട്ടാ മുംബൈയുടെ പിന്നീടുള്ള ആസ്വാദനത്തിലും മാറ്റമുണ്ടായത്. ഛോട്ടാ മുംബൈയിലെ ഫോർട്ട് കൊച്ചിയും ജീവിതവും ഒക്കെ ഇന്ന് എല്ലാവർക്കും സുപരിചിതവുമാണ്. ആസ്വാദനത്തിന് അതൊന്നും തടസ്സവുമല്ല. അതുകൊണ്ട് തിയേറ്ററുകളിൽ ഉയരുന്ന കയ്യടികൾക്ക് വ്യത്യസ്തമായൊരു ആസ്വാദനത്തിൻ്റെ തലം കൂടി ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ മോഹൻലാൽ എന്ന നടൻ്റെ ജീവിതത്തിലെ ശ്രദ്ധേയമായ ചില കഥാപാത്രങ്ങൾ ആ കാലത്ത് വേണ്ട രീതിയിൽ ആസ്വദിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തില്ലെങ്കിൽ പോലും പിന്നീട് മറ്റ് നിലയിൽ അത് വീണ്ടും ആസ്വാദകരിൽ എത്തുന്നു എന്നുള്ള സന്തോഷം കൂടി ഛോട്ടാ മുംബൈ നേടുന്ന ഈ വിജയത്തിൻ്റെ 2ാം ഘട്ടത്തിലെ യാത്ര നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കാര്യം ഈ സിനിമ ആസ്വദിക്കുന്ന ആളുകൾക്ക് കൂടി പങ്കുവെക്കാനുള്ള ഒരു പശ്ചാത്തലം എന്ന നിലയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.